എല്ലാവർക്കും നമസ്കാരം. നമ്പർ സീരീസ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ് നമ്പർ സീരീസ് കണ്ടുപിടിക്കാനുള്ള അപ്രോച്ചസ് എന്നുള്ളതാണ്. രണ്ട് റെഡിമെയ്ഡായിട്ട് എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ പഠിക്കണോ, ഈ കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ പഠിക്കണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്പർ സീരീസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യഭാഗമാണ്. കാരണം പല എക്സാംസിനും നമുക്കറിയാം ഈ പറയുന്ന സീക്വൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനത്തെ വലിയ നമ്പറുകൾ, പോയിൻ്റ് ബേസ് ചെയ്തിരുന്ന നമ്പർ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടൂല എന്ന് വിചാരിക്കുന്ന ഒരു ടെൻഡൻസി ആദ്യം തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ അത് തീരുമാനിക്കും, അത് കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ട് ശ്രമിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ എന്തൊക്കെ ആവാം അടുത്ത സീരീസിൻ്റെ ഒരു ലോജിക്ക് എന്നുള്ളത് ഗസ് ചെയ്യാനും അതിനനുസരിച്ച് ഉത്തരം കണ്ടുപിടിക്കാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ചോദ്യം 729, 625, 529, 441 ഡാഷ് ഇങ്ങനെയുള്ള നമ്പേഴ്സ് കാണുമ്പോൾ നമുക്ക് ശരിക്കും എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിലിപ്പോൾ 729 സ്ക്വയർ ആണോ, ക്യൂബാണോ, 625, 529 ഇതൊക്കെ ഇൻ്റർലിങ്ക് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവണം. ഇപ്പോൾ 729 എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ പഠിച്ച ഒരാളാണെങ്കിൽ എന്താണ്, 27ൻ്റെ സ്ക്വയറാണ് അല്ലേ. പക്ഷേ അത് അടുത്ത നമ്പറുമായിട്ട് മാച്ച് ചെയ്യണം. 26ൻ്റെ സ്ക്വയർ ഇതല്ല, 676ആണ്. അപ്പോൾ എങ്ങനെയാണ് 625 ലിങ്ക് ചെയ്യുന്നത്? 25ൻ്റെ സ്ക്വയർ എത്രയാണ്? 625 ആണല്ലേ. അടുത്തത് 529ൻ്റെ എത്രയാണ്? 23ൻ്റെ സ്ക്വയറാണ്. അടുത്തത് 21ൻ്റെ സ്ക്വയറാണ്. സ്വാഭാവികമായിട്ടും ആ പറയുന്ന അടുത്ത സീക്വൻസിൽ എല്ലാം -2 ആയിട്ടാണ് വരുന്നത്, എല്ലാം സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അടുത്തത് എന്തായിരിക്കണം? 19 സ്ക്വയർ അല്ലേ. 19 സ്ക്വയർ എത്രയാണ്? 361 അല്ലേ. അതെ, 369 361 19 സ്ക്വയർ. അപ്പോൾ എന്താണ് ഉത്തരം വരേണ്ടത്? 361 അല്ലേ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോജിക്ക് എന്താണ്? സ്ക്വയർ 27 സ്ക്വയർ, 25 സ്ക്വയർ, 23 സ്ക്വയർ, 21 സ്ക്വയർ, 19 സ്ക്വയറാണ് ഉത്തരം. അപ്പോൾ ഇതിൽ പഠിക്കേണ്ട എന്താണ്? 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് അറിയാമെങ്കിൽ മാത്രമേ റെഡിമെയ്ഡായിട്ട് ഈ നമ്പർ കാണുമ്പോൾ 729 അല്ലെങ്കിൽ 625 കാണുമ്പോൾ നമുക്ക് ഇത് സ്ക്വയർ ആണോ ക്യൂബാണോ മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഈ നമ്പേഴ്സ് എക്സാക്ട്ലി നമ്പേഴ്സായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ക്വയർ ആയിട്ടോ ക്യൂബായിട്ടോ കാണാൻ പറ്റില്ല. അപ്പോൾ റെഡിമെയ്ഡായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ 30 വരെയുള്ള സ്ക്വയറും 15 വരെയെങ്കിലും അറ്റ്ലീസ്റ്റിൽ ക്യൂബും പഠിച്ചു കഴിഞ്ഞാൽ നമ്പേഴ്സ് വളരെ ഫെമിലിയർ ആവും. അപ്പോൾ ബാക്കോട്ട് നിന്നായാലും ശരി, മുമ്പോട്ട് നിന്നാണെങ്കിലും അത് പഠിക്കാനുള്ള, അല്ലെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു അപ്രോച്ച് നമുക്ക് തന്നെ ഉണ്ടാവും. അടുത്തത് ഇപ്പോൾ ഒരു അപ്രോച്ച് പറഞ്ഞു, സ്ക്വയേഴ്സ് ക്യൂബ്സ്. ഒരു അപ്രോച്ച് കഴിഞ്ഞു, സ്ക്വയർ ക്യൂബ്. അത് നമ്പേഴ്സ് കാണുമ്പോൾ നോക്കുക, ഇത് സ്ക്വയർ ആണോ ക്യൂബാണോ നോക്കുക. രണ്ടാമത്തേത് 2, 3, 5, 7. ഇത് വളരെ എളുപ്പമാണ്. ഇങ്ങനൊരു ചോദ്യം വരും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഇത്. 2, 3, 5, 7 നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. എത്ര? 9 വരുമോ? 11. കാരണം 2ആണ് ഏറ്റവും സ്മോളസ്റ്റ്. ഇതെന്തുമായി ബന്ധപ്പെട്ടാണ്? പ്രൈം നമ്പറുമായി ബന്ധപ്പെട്ടാണ്, അഭാജ്യ സംഖ്യകളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ആ നമ്പറും ഒന്നും മാത്രമായിരിക്കും ഫാക്ടേഴ്സ് ഉണ്ടാവുക അല്ലേ. ഘടകങ്ങളായിട്ട് എന്താ ഉണ്ടാവുക? ആ നമ്പറും അതും ഒന്നും മാത്രമായിരിക്കും. 5 × 1, 2, 3, 5, 7, 7 × 1 ഇത് മാത്രമാണ്, അഭാജ്യ സംഖ്യയാണ്. 9 വരുമോ? 9ന് 3 ഇല്ലേ? അതുകൊണ്ട് 9 വരില്ല. അപ്പോൾ എന്തേ വരുള്ളൂ? അടുത്തത് 11 വരുള്ളൂ. കാരണം 11 എത്രയാണ്? 11 × 1 മാത്രമാണ്. അപ്പോൾ 11 വരിക. അപ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സ് പ്രൈം നമ്പർ സീരീസ് ആണോ നോക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടെക്നിക്ക് അല്ലേ. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പർ സീരീസ് പ്രൈമിൽ പോകുന്നതാണോ എന്ന് നോക്കുക. അഭാജ്യ സംഖ്യകളിലാണോ ഈ പറഞ്ഞ നമ്പർ സീരീസ് തന്നിരിക്കുന്നത് നോക്കുക. മൂന്നാമത്തേന് 2 അപ്രോച്ച് ഉണ്ട്. ഇതിൽ 5, 10, 17, 26, 37 എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ 1, 5ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 5ആണ്. 10ഉം 17ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 7ആണ്. 17ഉം 26ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 9ആണ് അല്ലേ.
26ഉം 37ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 11. അപ്പോൾ അടുത്തത് എന്തായിരിക്കണം? പതിമൂന്നിൻ്റെ വ്യത്യാസം വരണം. 13ൻ്റെ വ്യത്യാസം വരണമെങ്കിൽ, കാരണം ഈ നമ്പർ സീരീസ് 2-ലല്ലേ പോകുന്നത്, 5, 7, 9, 11, 13. അപ്പോൾ 13ൻ്റെ വ്യത്യാസം ഇവിടെ വരണമെങ്കിൽ 37ഉം 13ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 50. ഇത് ഞാൻ താഴെ ഒന്നുകൂടെ മര്യാദക്ക് എഴുതി ചെയ്യാം. 5, 10, 17, 26, 37 ഡാഷ് അല്ലേ? അങ്ങനല്ലേ ചോദ്യം? ഇതിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. 5, 5ൻ്റെ 5ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 5, 10ഉം 17ഉം തമ്മിലുള്ള ഡിഫറൻസ് 7, 17ഉം 26ഉം തമ്മിൽ 9, 26ഉം 37ഉം തമ്മിൽ 11. അപ്പോൾ അടുത്തത് എന്ത് വരും? ഇത് 11 ആണെങ്കിൽ അടുത്ത 13 വരണം. 13ഉം 37ഉം കൂടെ കൂട്ടിയാൽ 50 വരണം. ഇത് ഒരു ടെക്നിക്കാണ്. അതായത് ഈ പറയുന്ന ഡിഫറൻസസ് കാണും. ഇത് പ്രൈമാണ്, ഇത് പ്രൈം നമ്പേഴ്സ് കാണുന്നതാണ്. ഇത് ഡിഫറൻസസ് ആണ്. ഇതല്ലാതെ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഈ നമ്പേഴ്സ് നോക്കുക. ഇത് സ്ക്വയേഴ്സിൻ്റെ ക്യൂബിൻ്റെ അടുത്താണോ നോക്കുക, അത് തമ്മിൽ റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. 5ൻ്റെ സ്ക്വയർ, 5ൻ്റെ അടുത്തുള്ള സ്ക്വയർ ഏത്? 4 ആണല്ലേ? അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 1 ആണ് നമുക്ക് 5 കിട്ടുന്നത്. 2 സ്ക്വയർ പ്ലസ് 1. അതുപോലെ 10 എന്ന് പറയുന്നത് എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് 1 അല്ലേ? 9 + 1 10. 17 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ പ്ലസ് 1 ആണ് അല്ലേ? ഇപ്പോൾ 26 എന്ന് പറഞ്ഞാൽ എന്താ? 5 സ്ക്വയർ പ്ലസ് 1 ആണ്. 37 എന്ന് പറഞ്ഞാൽ എന്താ? 6 സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? 7 സ്ക്വയർ പ്ലസ് 1. 7 സ്ക്വയർ പ്ലസ് 1 എന്താ? 50. ഇത് 11, ഇത് 361. അടുത്തത് 8, 17. ഇത് നോക്ക്, 8, 17, 24, 37, 48 ഡാഷ് എന്നാണ് ഈ നമ്പർ സീരീസ്. അപ്പോൾ 8 എന്ന് പറയുന്നത് എന്താണ്? അടുത്ത സ്ക്വയർ നോക്കിയാൽ മതി. ഇത് ഏകദേശം ആ എക്സാമ്പിളാണ്. 3 സ്ക്വയർ മൈനസ് 1 ആണല്ലേ 8 എന്ന് പറയുന്നത്. 17 എന്ന് പറഞ്ഞാൽ എന്താ? 4 സ്ക്വയർ പ്ലസ് 1 ആണ്. 4 സ്ക്വയർ പ്ലസ് 1. 24 എന്ന് പറഞ്ഞാൽ എന്താ? 5 സ്ക്വയർ മൈനസ് 1. അപ്പോൾ പ്ലസ് ഓർ മൈനസ് സ്ക്വയേഴ്സിൻ്റെയാണ് ആ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 37 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ പ്ലസ് 1 ആണ്. 48 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ മൈനസ് 1 ആണ്. 8. അപ്പോൾ ഇതിൽ അടുത്ത എത്രയാണ്? 48 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 സ്ക്വയർ മൈനസ് 1. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 8 സ്ക്വയർ പ്ലസ് 1 അല്ലേ? അങ്ങനെയല്ലേ പോകുന്നത്? 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, 6 സ്ക്വയർ, 7 സ്ക്വയർ, ഇനി 8 സ്ക്വയർ പ്ലസ് 1 അല്ലേ? ഇത് പ്ലസ് ഓർ മൈനസ് ആണ്. 3 സ്ക്വയർ മൈനസ് 1, 4 സ്ക്വയർ പ്ലസ് 1, 5 സ്ക്വയർ മൈനസ് 1, 6 സ്ക്വയർ പ്ലസ് 1, 7 സ്ക്വയർ മൈനസ് 1, 8 സ്ക്വയർ പ്ലസ് 1. 8 സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 65 അല്ലേ? അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്പറാണ്. ഇതിൻ്റെ 4, 2, 2, 3, 6 എന്ന് പറയുന്നത് പോയിൻ്റ് വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ്, വളരെ അടുത്തുള്ള നമ്പേഴ്സിൻ്റെ ഇത് വരുമ്പോൾ ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്വയേഴ്സ് ഉണ്ടോ നോക്കുക, അതല്ലെങ്കിൽ പോയിൻ്റ് വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. പോയിൻ്റ് വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? 4, 4, 2. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റി എഴുതാം. 4, 2, 2, 3, 6 ഡാഷ് എന്ന് പറയുന്ന ഈ വാല്യൂവിൽ ഇതാണ് ചോദ്യം. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാം? 4, 2 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാഫ് ആവണം അല്ലേ? ഇൻറ്റു 0.5 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 ആയി. 2 ഇൻറ്റു 1 ചെയ്താൽ അടുത്തത് 1 ചെയ്താൽ എത്ര കിട്ടും? 2 തന്നെ കിട്ടും. കറക്റ്റ് അല്ലേ? 2 ഇൻറ്റു 0.5 1.5 ചെയ്താൽ എത്ര കിട്ടും? 3 കിട്ടും. കറക്റ്റാണ്. 3 ഇൻറ്റു 2 ചെയ്താൽ എത്രയായി? 6 കിട്ടി. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 6 ഇൻറ്റു 2.5 അല്ലേ? അത്രയാണ് 15. 6 ഇൻറ്റു 2.5 ആണ് 15. ഇതാണ് നമ്പർ സീരീസിൻ്റെ അപ്രോച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് സമ്മപ്പ് ചെയ്യാൻ എന്തൊക്കെയാണെന്നുള്ളത്, ഒന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, ഏതൊക്കെ അപ്രോച്ചസ് ഉണ്ടെന്ന് നോക്കാം. സ്ക്വയേഴ്സ് നോക്കുക, അതിൻ്റെ മുമ്പോട്ടുള്ള പ്രോഗ്രഷനും ബാക്കോട്ടുള്ള പ്രോഗ്രഷനും നോക്കുക. 2 പ്രൈം നമ്പേഴ്സ് ആണോ നോക്കുക. 3 ഡിഫറൻസസ് എടുക്കുക. മെയിൻ കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും
തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ അതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക. 4 ഈ പറഞ്ഞ സ്ക്വയേഴ്സ് +1 -1 അങ്ങനെയുള്ള +2 സ്ക്വയർ 3 സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ക്വയേഴ്സും ക്യൂബ്സും ഉള്ള നമ്പേഴ്സ് ഡീൽ ചെയ്യാൻ നോക്കുക. +1 ആണോ -1 ആണോ നോക്കുക. എപ്പോഴും നിയറസ്റ്റ് എന്തെങ്കിലും സ്ക്വയർ ഉണ്ടോ നോക്കുക. 48ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ -1 എന്നാണ്. 49 - 1 ആണ് 48. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ആ ട്രെൻഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് പോയിൻ്റ് വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും. ഇതിപ്പോൾ കാണുമ്പോൾ പോയിൻ്റ് വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് തോന്നില്ല. പക്ഷേ 4 × 0.5 എന്താണ് 2 × 1 പിന്നെ 2 × 1.5 ഇങ്ങനെയാണ് ആ പ്രോഗ്രഷൻ വരുന്നത്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പോയിൻ്റ് വെച്ചിട്ടുള്ളതാണോ നോക്കുക. പ്രത്യേകിച്ച് ഹാഫ് ആവുന്ന കേസിലൊക്കെ 0.5ൻ്റെയും അത് കഴിഞ്ഞിട്ട്, കാരണം ഇതിലിപ്പം മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താ 0.5 1 1.5 2 2.5 ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടേഴ്സ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടേഴ്സും കൂടി നിങ്ങൾ നോക്കണം. ഇതാണ് നമ്പർ സീരീസിൻ്റെ ക്ലാസ്. ഈ അപ്രോച്ച് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇങ്ങനെയുള്ള ടെക്നിക്സ് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൈ, ടേക്ക് കെയർ.